ഇന്ന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കാച്ചിയെടുത്താലോ. വെൽക്കം ബാക്ക് ടു ലൈസാസ് വ്ലോഗ്. കഞ്ഞുണ്ണിയും തുളസിയില ഇട്ടിട്ടാണ് കേട്ടോ എണ്ണ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എണ്ണ കാച്ചുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ വർഷക്കാലത്ത് ജലദോഷം വരാതിരിക്കാനും അതേപോലെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ കഞ്ഞുണ്ണി നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് എണ്ണ കാച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഞ്ഞുണ്ണിയിലും തുളസിയിലും മാത്രമായിട്ട് ഇന്ന് ചേർത്തിട്ടുള്ളത് ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് എണ്ണ കാച്ചാന്ന് വിചാരിച്ചു. അപ്പോൾ 1/2 ലിറ്റർ എണ്ണ മാത്രമാണ് ഇന്ന് കാച്ചിയെടുക്കുന്നത്. തുളസിയിലയും കഞ്ഞുണ്ണിയിലും എടുക്കുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു കണക്കൊന്നും എടുക്കാറില്ല. അപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണ അല്ല, അതുകൊണ്ട് കുറച്ച് മാത്രം തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി അത് മിക്സിയിൽ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ കേട്ടോ, അരച്ചെടുക്കാൻ മാത്രം. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ വറ്റിക്കേണ്ടതല്ല, അപ്പോൾ കൂടുതൽ വെള്ളം ആവേണ്ട എന്ന് കരുതി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തു. ഇനി ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പിൻ്റെ മീതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കഞ്ഞുണ്ണിയുടെ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതാ കഞ്ഞുണ്ണിയുടെ നീര് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചട്ടുകം വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ കഞ്ഞുണ്ണിയുടെ നീരും വെളിച്ചെണ്ണയും കൂടി യോജിപ്പിക്കുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ട് മെല്ലെ കത്തിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് വെറ്റിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു മണൽ പരുവത്തിലാവുന്നത് വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. വെളിച്ചെണ്ണയുടെ മൂപ്പറിയാൻ പറഞ്ഞാൽ ഇത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഈ കഞ്ഞുണ്ണിയുടെ നീര് മണലിൻ്റെ തരി പോലെ ആയി കിട്ടും. അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആദ്യത്തിൽ ഇതിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലാവും, അത് കഴിഞ്ഞിട്ടാണ് മണൽ പരുവത്തിലാവുക. ആ മണൽ പരുവത്തിലായാൽ നമുക്ക് അടുപ്പിൻ്റെ മീതെ നിന്ന് ഇത് ഇറക്കി കൊടുക്കാം. കുറച്ച് സമയം നമ്മൾ ഈ എണ്ണ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്കിതിൻ്റെ പച്ച കളറ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ആ കളറ് മാറിയാൽ തന്നെ നമുക്കറിയാം എണ്ണ മൂത്തിട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഇത് മണൽ പരുവത്തിലായാൽ മാത്രമാണ് നമുക്ക് എണ്ണ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കാച്ചിയ എണ്ണ തേച്ചാൽ അസുഖങ്ങൾ വേറെ വരും. അതുകൊണ്ട് ഇതിൻ്റെ മൂപ്പ് ശരിക്കും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാലറിയാം വെളിച്ചെണ്ണൻ്റെ കളറൊക്കെ മാറി ഇത് വെളിച്ചെണ്ണ വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്തിട്ടുള്ള ഈ കഞ്ഞുണ്ണിയുടെ നീരാണ് ഇത് തരിയായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പത മുഴുവനായിട്ടും വെറ്റിയിട്ട് ഇതേ രൂപത്തിലായിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ വെളിച്ചെണ്ണ ആയിട്ടുണ്ടാവുക. ഈ സമയത്താണ് നമ്മൾ അടുപ്പിൻ്റെ മീതെ നിന്ന് ഇത് ഇറക്കി കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ കഞ്ഞുണ്ണിയുടെ ഇലയൊന്നും പെടാതെ നീര് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ വേസ്റ്റുകളൊക്കെ കുറവായിരിക്കും കേട്ടോ. ഒരു ഇത്തിരി മണൽ രൂപത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ.
അപ്പം നമ്മളെ എണ്ണ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അധിക പേരും എണ്ണ കാച്ചിയത് കടയിൽ നിന്ന് വാങ്ങിക്കാറാവും. അപ്പം നമുക്ക് വീട്ടിൽ കാച്ചാൻ അത്ര പ്രയാസമൊന്നുമില്ല. ഞാൻ അധികം കഴിയുമ്പോൾ കുറേശ്ശെ നമ്മളെ ആവശ്യത്തിന് കാച്ചിയെടുക്കാറാണ് പതിവ്. അപ്പം ഞാനിതാ ഇവിടെ കുറച്ച് മാത്രം എണ്ണേനെ കാച്ചി റെഡിയാക്കിയത്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാമല്ലോ. ഇത്ര മാത്രമേ ഉള്ളൂ. ആകെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കെൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.